രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ? ഇല്ല, രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെമായ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചായ കുടിക്കാൻ പോകുന്ന വഴിക്കോ കയറിയതിന് വേറെ നിങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ല, അത് രണ്ടാണ്. രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം ചെയ്യാൻ അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട, കൂട്ടിക്കണ്ട. എൻ്റെ വീട്ടിൽ വന്നാലും സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അന്നേരം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം വെറുതെ ചോദിക്കുക, എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരം അറിയിക്കുക. ആവശ്യമില്ലാതെ വല്ല കാര്യമായിട്ട് കൊണ്ട് വല്ല കാര്യം, അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക, എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വലിയ പണ്ടൊക്കെ തലക്കെട്ട് മാഷ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആര് അത് വിഷ്ണുനോട് തന്നെ ചോദിച്ചാൽ വിഷ്ണു ബോധ്യമാവും. കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിഷ്ണു മനസ്സിലാവും, ബോധ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഥയല്ലേ, അത് നിങ്ങളെ എഴുതിയാൽ മതി. ആ ജൂനിയറോ സീനിയറോ നോക്കിയിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു. അതുകൊണ്ട് അതെല്ലാം പണ്ടേ കഴിഞ്ഞു പോയ കുറേ കാലങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. എൻ്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നയിക്കുന്ന ജാതിയല്ലേ, അപ്പോൾ ഞാനൊരു ജാതിയിൽ പങ്കെടുക്കേണ്ടത്. ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അന്നേ പറഞ്ഞാൽ അതില്ല മറുപടി. ജയരാജൻ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ആ ആ ഈ പ്രചരണം നടന്നുകൊണ്ട് അപ്പോൾ കോൺഗ്രസിന് എന്താ പറയുക, ഷാഫിന് എന്താ പറയുക? ഷാഫി വർഗീയ പാർട്ടിയാ? അല്ല, മറ്റേ അതാണ് ചോദിക്കുന്നത്. ശൈല ടീച്ചറെ പറ്റി തന്നെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാധന. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്നതിനാ. അപ്പോൾ കോൺഗ്രസിന് നമ്മൾ വർഗീയ പാർട്ടിയാണെന്ന് പറയുമോ? എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പാലക്കാടോ? അല്ല, പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ BJPനെ സഹായിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം. എവിടെ? വോട്ട് മറിക്കാൻ വേണ്ടിയില്ലേ ഈ പണിയെല്ലാം നടത്തുന്നത്. പറയുന്നതിനാ? അതിനെ പറയുന്നത്. ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, എണ്ണം പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. 2 അക്കൗണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ നേതൃത്വത്തിനോട് ജയിക്കും. അതെല്ലാം കിടക്കും. ആര്? BJP ജയിക്കില്ല, എവിടെയും ജയിക്കില്ല. BJPക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല കേരളത്തിൽ. അവർക്ക് പരമാവധി കിട്ടിയ 28% വോട്ട്. അത് മുമ്പേ പ്രചരിക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചിട്ടില്ലേ? അതിനപ്പുറം ഞാനാ പ്രചരിപ്പിക്കേണ്ടത്? അവിടെ തൂക്കും. വളരെ പേടിയൊന്നുമില്ല. വളരെ നല്ല ഉറച്ച ധൈര്യമാണ്. അല്ല, അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാം. തൂക്കുന്നു പറയുന്നില്ല. ഇതെല്ലാം ചെയ്താലും വളരെ ജയിക്കും. പോരെ? ഇനി ആദ്യം ജയിക്കുന്ന വളരെയാണ്. ആറ്റിങ്ങലും ചെയ്യും. ആറ്റിങ്ങൽ പറയുമ്പോൾ ആറ്റിങ്ങൽ ആദ്യം ജയിക്കും. വളരെ പറയുമ്പോൾ വളരെ ജയിക്കും.